ധന്യ തിരുനാമം ഈ അനുഗ്രഹീതമായ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പതിവ് പോലെ ദൈവസന്നിധിയിൽ നമുക്ക് ഒന്നിച്ചു കൂടുവാൻ ഈ പാൻഡമിക് കാലഘട്ടങ്ങൾ, ലോക്ക്ഡൗൺ ആയിരിക്കുന്ന അനുഭവങ്ങൾ പോലെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ നീണ്ട വർഷം എന്ന് പറയുമ്പോൾ നീണ്ട സമയങ്ങൾ തന്നെ, ഒരു വർഷത്തിലേറെ നാം അടച്ചു പൂട്ടപ്പെട്ട അനുഭവങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിവിധ സ്ഥാനങ്ങളിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, കേരളത്തിലൊക്കെ വളരെ പ്രതിസന്ധികൾ അനുഭവിച്ചിരിക്കുന്ന ഈ സമയങ്ങളിൽ ഇത്രത്തോളം സമാധാനത്തോട് ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ ഇടയാക്കിയ ദൈവത്തിന് ഞാൻ സകല മഹത്വവും കരയേറ്റുന്നു. ഇത് പകൽക്കാലം ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന കർത്തദാസന്മാർ, ദൈവമക്കൾ, വിവിധ ഇടങ്ങളിൽ ദൈവവചനം കേൾക്കുന്ന മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ പതിവ് പോലെ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും സ്നേഹസമ്പന്നനായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ ഓർക്കുകയുണ്ടായി. ഒരു അയഞ്ഞ കാലഘട്ടമാണ്. ദൈവത്തോട് ഭക്തിയുണ്ട് എന്ന് പറയുകയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നുവെങ്കിലും ഒരു അയഞ്ഞ ലവോദിക്യ കാലഘട്ടമായി നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ കഴിയുമെങ്കിൽ മൃതന്മാരെ പോലും തെറ്റിച്ച് ദൈവസഭയുടെ അഡ്രസ്സുകൾ കളയുവാൻ ദുഷ്ടശക്തികൾ ഒരുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതിന്റെ മധ്യത്തിൽ സഭ ഒന്നടക്കം, ദൈവമക്കൾ ഒന്നടങ്കം ഈ നല്ല കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അവിടങ്ങളിൽ ഇത്രത്തോളം ദൈവം നിലനിർത്തുന്നതിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി അതാത് സ്ഥാനങ്ങളിൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സമയം വളരെ മുൻപോട്ട് പോയിരിക്കുന്നത് കൊണ്ട് മുഖവരകൾ ഒന്നും പറയാതെ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ച വചനഭാഗത്തേക്ക് ഇന്ന് പകലിൽ നമ്മുടെ ശ്രദ്ധയെ പ്രാർത്ഥനയോടും ദൈവ സാന്നിധ്യ ബോധത്തോടും കൂടെ നമുക്ക് തിരിക്കാം. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് അതിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവിന്റെ ദാസിക്ക് വായിക്കാം. എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മാ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവവചനത്തിന്റെ കേൾവിക്കായി നമ്മുടെ കണ്ണുകളെ അടച്ച് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ ദൈവവചനത്തോട് കൂറ് പുലർത്തി സത്യത്തിൽ നമുക്ക് കർത്താവിനെ ആരാധനയോടുകൂടെ ഈ വചനഭാഗങ്ങൾ ധ്യാനിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനം ശുശ്രൂഷിപ്പാൻ എളിയവനെ ബലപ്പെടുത്തണമേ. മാധ്യമങ്ങളിലൂടെ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഫേസ്ബുക്കിലൂടെ ഈ വചനം ശ്രദ്ധിക്കുന്നവരെ എല്ലാവരെയും ഒരുപോലെ പച്ചൻ അനുഗ്രഹിക്കണമേ. എല്ലാ സൺഡേയിലും കഴിഞ്ഞ ദീർഘാഴ്ചകൾ എളിയവരെ ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവിനെയും ബലപ്പെടുത്തിയതിനായിട്ട് സ്തോത്രം. ദൈവദാസന്മാരെ, ഈ സഭയെ അതിനായി ദൈവം ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം അത്യുത്തമമാണല്ലോ, ജീവന്റെ വചനമാണല്ലോ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ജീവിതങ്ങളിൽ സ്വർഗീയ കൃപ പകരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ സൺഡേയിലെ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായെങ്കിൽ ഇന്ന് അതിലും അനുഗ്രഹമാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു, വചനത്തെ വിഭജിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ പ്രത്യേകം ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഈ വചന ഭാഗത്തേക്ക് കടക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ഇവിടെ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് അപ്പസ്തോല പ്രവൃത്തിയുടെ ചരിത്ര ഭാഗങ്ങൾ ഒന്നും ഇന്ന് പകലിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 9:31 അങ്ങനെ യഹൂദിയ, ഗലീലിയ, ശമരിയ ദേശങ്ങളിലൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭ ആത്മീയ വർധനവ് പ്രാപിച്ചു.
കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടും ഇരുന്നു. ചാപ്റ്റർ 9 വേഴ്സ് 31. അതിനോട് ഉപോത്ബലകമായിരിക്കുന്ന ആശയങ്ങളാണ് ഈ പകലിൽ നാം ധ്യാനിക്കുന്നത്. എങ്ങനെയാണ് ദൈവസഭ വളരുന്നത്? എങ്ങനെയാണ് ദൈവസഭ ഭക്തിയോടെ നിൽക്കുന്നത്? എങ്ങനെയാണ് ദൈവസഭയിൽ സമാധാനമുണ്ടാകുന്നത്? അത് ഒരു പ്രാദേശികമായി ഒരിടത്തല്ല, യഹൂദിയിൽ മാത്രമല്ല, ഗലീലയിൽ മാത്രമല്ല, ശമരിയയിൽ മാത്രമല്ല, ഇവിടെ മാത്രമല്ല, ദേശങ്ങളിൽ എങ്ങനെ എന്ന് ഹൗ ഇറ്റ്സ് ഹാപ്പൻ 9-ാം അധ്യായത്തിൽ അനേക പ്രതിപാദ്യ പുരുഷന്മാരെയും സഹോദരിമാരെയും ഇവിടെ എടുത്ത് വിവരിച്ചിട്ടുണ്ട്. വിസ്താര ഭയത്താൽ ഇന്ന് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നാം അങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ ധന്യനായിരിക്കുന്ന ഒരു ഭക്തനെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 9:15 മുതൽ നാം വായിച്ചത്, നീ പോക, അവൻ എന്റെ നാമം രാജാക്കന്മാരുടെ മുമ്പിലും, അല്ലയോ, ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും വഹിപ്പാൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരു പാത്രമാകുന്നു. ഇറ്റ്സ് എ ചോസൺ വെസൽ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം അതിന്റെ 2ാം ഭാഗത്തേക്കാണ് നാം തിരിയുന്നത്. ഒന്ന്, ആദ്യം നാം വായിച്ചത് ഇങ്ങനെയാണ്. അവിടെ എന്താണ് വായിച്ചത്? യേശുക്രിസ്തു അപ്പോസ്തലനായ പൗലോസിനെ പറ്റി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ സാക്ഷ്യങ്ങളാണ്. ഒന്നാമതാ പറഞ്ഞത്, എന്റെ നാമം വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ഇന്ന് പകൽക്കാലം ഒന്ന് ഞാൻ വിരല് ചൂണ്ടട്ട്, നിന്നെ യേശു തിരഞ്ഞെടുത്തതാണോ? നീ അവന്റെ നാമത്തിനു വേണ്ടി അവൻ ദൈവം കണ്ടതാണെങ്കിൽ, നിന്നെ തിരഞ്ഞെടുത്തതാണെങ്കിൽ, ആരും ഈ ലോകത്തിൽ ആരും തിരഞ്ഞെടുത്തില്ലെങ്കിലും അവൻ നമ്മെ വീണ്ടെടുത്ത് അവകാശിയാക്കി പുത്രത്വം തന്നവൻ അവൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആർക്കും വേണ്ടാത്ത ജാതികളുടെയിലേക്ക് ഈ സത്യവചനവുമായിട്ട് പോകുവാൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരും നിന്നെ അന്വേഷിക്കുന്നില്ലെങ്കിൽ, ആരും നിന്നെ കാണുന്നില്ലെങ്കിൽ, ഇത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നെ തിരഞ്ഞെടുത്തത് നീ മറന്നു പോകരുത്. തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട്. തിരഞ്ഞെടുപ്പ് എന്നുള്ള വലിയൊരു സബ്ജക്റ്റാണ്. എന്നാൽ ഇത് പകലിൽ ആ ഭാഗമല്ലല്ലോ നാം ചിന്തിക്കുന്നത്. അവൻ നിന്നെ തിരഞ്ഞെടുത്തു. യേശു കർത്താവിന്റെ അനുഗ്രഹീതമായ സാക്ഷ്യമാണ് ധന്യനായ പൗലോസിനെ പറ്റി ഇവിടെ 2ാമത് പറയുന്നത്. എന്റെ നാമത്തിനു വേണ്ടി, എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതിനാകും എന്ന് ഞാൻ അവനെ കാണിക്കും. ദൈവം തെരഞ്ഞെടുത്ത അപ്പസ്തോലനെ, ദൈവം തെരഞ്ഞെടുത്ത ഭക്തനെ അവൻ ഏതെല്ലാം തലങ്ങളിലൂടെ, എന്നെ അത് വളരെ ശ്രദ്ധിപ്പിച്ചു, ഏതെല്ലാം തലങ്ങളിലൂടെ സ്വർഗം അവനെ കൊണ്ടുപോകും. ഒറ്റയടിക്കല്ല പട്ടുമെത്ത തരുന്നത്. നിനക്കെല്ലാ സൗകര്യങ്ങളും തരുമ്പോഴും നീ ആരാന്നുള്ളത് മറന്നു പോകരുത്. ഞാൻ നിന്നെ ഈ വലിയ അനുഭവത്തിൽ വലിച്ചിഴച്ചു കൊണ്ടുവന്നത്, നീ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ നിനക്ക് സൂര്യനെ കവിഞ്ഞു പോലും പ്രകാശമയച്ച് നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നത് എന്റെ വലിയ പദ്ധതിക്കുണ്ടെങ്കിൽ നാസറേയനായ യേശു കർത്താവ് പൗലോസിനെ പറ്റി വിളിച്ചു പറയുന്ന സാക്ഷ്യമാണ്. നമുക്കറിയാം, ഈ സാഹചര്യത്തിൽ ദൈവസഭ, ദേശത്തുള്ളവർ, ദൈവജനങ്ങൾ അനുഭവിക്കാത്ത കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ പൗലോസിനോട് പറയുകയാണ്, എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും. ദൈവസഭ വളരണമെങ്കിൽ, ദൈവസഭ ആത്മശക്തി പ്രാപിക്കണമെങ്കിൽ ഞാനും നിങ്ങൾ കഷ്ടം അനുഭവിക്കണം. ഞാൻ ഓരോ ദിവസവും ചിന്തിക്കുകയാണ്, എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ശരീരത്തിൽ, മനസ്സിൽ, ആത്മീക മണ്ഡലങ്ങളിൽ എതിർപ്പുകളുടെ മുമ്പിൽ. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞവൻ നിന്നെ കരങ്ങളിൽ എടുത്തെങ്കിൽ ഇന്ന് പകലിൽ അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചു കൊള്ളുക. യുവാവേ, യുവതിയെ, മാതാവേ,
പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിഞ്ഞ് ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യങ്ങളാണ് അവിടെ നമ്മൾ വായിക്കാൻ പോകാൻ ശ്രദ്ധിക്കുന്നില്ല. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ അവന്റെ ആശ്വാസത്തിന്റെ കൂട്ടാളികളാകുന്നത് പോലെ കഷ്ടാനുഭവങ്ങൾക്കും കൂട്ടാളികളാകുന്നു. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് പറയണം, ആ വാക്കൊന്ന് പറയണം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വീണ്ടെടുക്കപ്പെട്ടവർ അവന്റെ ആശ്വാസത്തിന്റെ കൂട്ടാളികളാകുന്നത് പോലെ കഷ്ടാനുഭവങ്ങൾക്കും കൂട്ടാളികളാകുന്നു. നാം സന്തോഷം കർത്താവിനോടുകൂടി അനുഭവിക്കുമ്പോൾ നമ്മുടെ പ്രാണനാഥൻ കഷ്ടങ്ങളാൽ തികഞ്ഞവനായത് തൊട്ട് മുമ്പ് തിരുമേശയിൽ നാം ഓർത്തതുപോലെ നമ്മുടെ ഗുരു കഷ്ടം അനുഭവിച്ചവനായതുകൊണ്ടാണ് നാമും ഈ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. പ്രോസ്പെരിറ്റി ഇല്ലെന്നല്ല, പ്രോസ്പെരിറ്റി തിയോളജിയെ ഇവിടെ വെട്ടിമാറ്റുകയാണ്. നിനക്ക് കഷ്ടതയുണ്ട്, കഷ്ടതയ്ക്കകത്ത് ഒരു ജയമുണ്ട്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ മരണമുണ്ട്, എന്നാൽ മരണമേ നിന്റെ ജയമെവിടെ? മരണമേ നിന്റെ ജയമെവിടെ? ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ ഞങ്ങളോടുകൂടെ ചലിച്ചു തുടങ്ങട്ടെ. അധരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ. അവൻ ദൈവത്തിന് മകത്വ കരങ്ങൾ അടിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ആരാധിക്കുമെങ്കിൽ ഇന്ന് വരെ മുന്നിൽ കാണാത്ത ചിലത് മുൻപിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ ഒരു കൃപ ഈ പകലിൽ തരുമെന്ന് ആത്മാവ് ആലോചന അറിയിക്കുകയാണ്. അവന്റെ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ തന്നെ അവന്റെ ആശ്വാസത്തിന് പകരുകയാണ്. പരിശുദ്ധാത്മാവിനെ ആശ്വാസകനായി ഈ ശബ്ദ കംഫോർട്ട് ടുവേഴ്സ് യു സഭയ്ക്ക് വേണ്ടി, ഓരോ ദൈവമക്കൾക്ക് വേണ്ടി, ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട തന്റെ വിശുദ്ധ സഭയ്ക്ക് അവൻ ആശ്വാസമാണ്. ആശ്വാസമറ്റവരായി ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവ് അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് പറഞ്ഞ് എങ്ങനെ ഈ സഭ വളരും? ഒരു പൗലോസ്, ഒരു ശൗൽ പൗലോസായ സഭ വളരും. ദർശനമുള്ളവൻ അഗ്രിപ്പാ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് കേട് കാണിക്കയില്ല. ഇവിടെ പറയുന്നത് വിശ്വാസികൾ കഷ്ടം അനുഭവിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല. നമുക്ക് വായിക്കാം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നമുക്ക് വരം ലഭിച്ചിരിക്കുന്ന വാക്യം നമുക്കത് വായിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം എടുത്തവർ പെട്ടെന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാമത്തെ വാക്യം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. 1:29 സംബന്ധമായ പ്രയാസമുണ്ട്. ശ്രദ്ധിക്കുന്നവർ ഹല്ലേലൂയ ആമേൻ ക്ഷമിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. പലപ്പോഴും ഞാൻ ചോദിക്കും, എന്താണ് കർത്താവേ ഇത്രമാത്രം കഷ്ടതകൾ ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട്? എന്താണ് ഇത്രയും ഭാരങ്ങൾ, എത്രയും രോഗങ്ങൾ? അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴും എന്റെ ജീവിതത്തിൽ ആശ്വാസം തന്ന വാക്കാണ് ഒരു വരമായി. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനൂടെ വരം ലഭിച്ചിരിക്കുന്നു. എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ കടക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ അറിയിക്കും. അപ്പോസ്തലന്മാർ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെട്ടതിനാൽ അവർ ആനന്ദിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 24
24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും ബൈബിൾ ഉള്ളവർ അതെടുത്ത് വായിക്കണമെന്ന് ഈ സമയം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. യഹൂദരാൽ ഞാൻ 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം. ഈ കഷ്ടതയുടെ കൂടെ ദിവസേന സർവ്വസഭകളെ കുറിച്ചുള്ള വലിയ ചിന്താഭാരം. തിരുനാമത്തിനു വേണ്ടി കഷ്ടം ശ്രമിച്ച ഭക്തന്റെ അനുഭവം നോക്കിക്കേ. അവിടെ വായിച്ചത് 1 കുറേ എത്രയടിയാ? ഒന്നുകൂടെ എല്ലാവരും കേൾക്കട്ടെ. 1 കുറേ 40 അടി 5 വട്ടം കൊണ്ടു. 5 വട്ടം കൊണ്ട്. അടുത്തത് 3 വട്ടം കോലിനാൽ 3 വട്ടം കോലിനാൽ അടിക്കപ്പെട്ടു. അടുത്തത് ഒരിക്കൽ കല്ലേറ്. മതി. അവിടെ തൊട്ടിക്ക് അങ്ങോട്ട് നോക്കിയാൽ ഇത്രേ കഷ്ടങ്ങൾ ദൈവരാജ്യത്തിനു വേണ്ടി വല്ലോം ചെയ്തേ ചടികൊള്ളുന്നതല്ല, ദൈവനാമത്തിനു വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് എന്റെ നാമത്തിനു വേണ്ടി അനുഭവിക്കേണ്ടതാകുന്ന ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞ ആ പ്രവചന ശബ്ദം അതുപോലെ നിറവേറുകയാ. ദൈവം പറഞ്ഞത് അതുപോലെ നിറവേറുകയാ. കാട്ടിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, ഉറക്കളപ്പ്, ശീല, പട്ടിണി. ദൈവവൈദ്യരെ, ഈ സമയം അനേകർ വിശ്വാസം ഇത് പോകുന്ന സമയമാ. കുറിച്ചിട്ടുകൊള്ളുക. അനേകർ ദൈവസഭ വേണ്ട, ദൈവ പദ്ധതി വേണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ നോക്കേണ്ടത് യേശുവിനെ അനുഗമിച്ച അപ്പോസ്തലന്മാരെ നോക്കുക, ദൈവഭക്തന്മാരെ നോക്കുക. അവരിതെല്ലാം സഹിച്ചു. ഇന്ന് പകൽക്കാലം സഹിക്കുന്ന ദൈവമക്കളെ കൂടെ വാഴാൻ കഴിയത്തുള്ളൂ. സാക്ഷ്യത്തിന് സമയം എടുക്കുന്നില്ല. സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ ഓർക്കാൻ കഴിയാത്ത വിധം ഇവിടെ നിന്ന് ഞങ്ങൾ പൊട്ടിക്കരയോ. എന്നാൽ ഹല്ലേലൂയ, ഒരു പെട്ടകം നമ്മുടെ കൂടുണ്ട്. ആ പെട്ടകം വഹിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പുരോഹിത വർഗമേ, രാജകീയ പുരോഹിത വർഗമേ, നിങ്ങൾ പരാജയപ്പെടുകയില്ല. അവൻ നമ്മുടെ ഉദയ നക്ഷത്രമായി, അവൻ നമ്മുടെ വെളിച്ചമായി നമ്മുടെ കൂടെയുണ്ട്. ഈ ഭാഗം വായിച്ച കരയാത്ത ദൈവമക്കളാരും കാണത്തില്ല. ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ അപ്പോസ്തലനായ പൗലോസ് ഇഷ്ടപ്പെടുക. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട 4 കാരാഗ്രഹ ലേഖനങ്ങൾ നമുക്ക് നൽകുമ്പോൾ പൗലോസ് കാരാഗ്രഹത്തിലായിരിക്കുകയാണ്. ക്രിസ്തുവിനെ നേടുക, അവനിൽ ഇരിക്കുക, അവന്റെ കഷ്ടാനുഭവങ്ങളെ കൂട്ടായ്മ അനുഭവിച്ചറിയുക, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒക്കെ അനുഭവിച്ചറിയുന്ന വലിയ ഡിസയറുള്ള ഭക്തൻ എവിടെ ആയിരിക്കുകയാണ്? കാരാഗ്രഹത്തിലായിരിക്കുകയാണ്. ഈ സമയങ്ങളിൽ നാം ഓർക്കും, ഞാനും നിങ്ങളും ഓർക്കും, എന്തിനാണ് ദൈവസഭ ഇങ്ങനെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലയോ? ഞാൻ സ്നാനപ്പെട്ടതല്ലയോ? എന്റെ പിതാവ് ദൈവവേല ചെയ്യുന്നതല്ലയോ? എന്റെ മാതാവ് ദൈവവേല ചെയ്യുന്നതല്ലയോ? എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്റെ കുടുംബത്തിനെന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിന്റെ മറുപടിയാണ് ഇവിടെ പറയുന്നത്. നിനക്ക് ബുദ്ധിമുട്ടുണ്ട്, നിനക്ക് ഉപദ്രവമുണ്ട്, നിനക്ക് കാട്ടിലെ ആപത്തുണ്ട്, കള്ളന്മാരുടെ ആപത്തുണ്ട്, ഉറക്കളപ്പുണ്ട്, ശീതമുണ്ട്, പട്ടിണിയുണ്ട്, നഗ്നതയുണ്ട്, ആപത്തുണ്ട്, വാളുണ്ട്. എന്നാൽ ഇതിലൊക്കെ ജയം നൽകിയ ഒരു നസ്രയനായ യേശുവാണ് നിന്റെ ഗുരുനാഥൻ. നിന്നെ കൊണ്ട് നടക്കുന്നത് അവനാണ്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്വപ്നം ചെയ്യുന്നു.
ആരിലോ വലിയ ദൈവ സാന്നിധ്യം ഈ പകലിൽ വ്യാപരിക്കുന്നുണ്ട്. നിലക്കടക്കമേൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കത്തില്ലെന്ന് എല്ലാവരും പറയുമ്പോൾ എഴുന്നേൽക്കുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അവൻ ചെയ്യുവാൻ മതിയായ ദൈവമാണ്. ഉത്തർപ്രദേശിലായിരിക്കുന്നവർ, നോർത്ത് ഇന്ത്യ കേരളത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ ആത്മാവിൽ എഴുന്നേൽക്കുവാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അവൻ നിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം, നീ ദാഹിച്ചിരിക്കുന്നത് എനിക്കറിയാം, നീ വിശന്നിരിക്കുന്നത് എനിക്കറിയാം, നീ പട്ടിണി അനുഭവിക്കുന്നത് എനിക്കറിയാം. എന്റെ നാമത്തിനു വേണ്ടി ഈ പകലിൽ നിന്ന് സഹിക്കുമോ, ഈ വർഷം നിന്ന് സഹിക്കുമോ? അവൻ നിന്നെ രാജാക്കന്മാരുടെ കൂടെ ഇരുത്താൻ പോകുകയാ, നിന്റെ കൂടെ അവൻ ഇരിക്കാൻ പോകുകയാ. ലാസറേ, നീ പുറത്തു വരിക. അടയ്ക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ ഈ വചനത്തോടുകൂടെ പുറത്തു വരികയാ. മുന്നോട്ട് പോകത്തില്ല. അടുത്ത ആഴ്ച എന്ത് സംഭവിക്കും, ഇന്ന് എനിക്ക് എന്ത് സംഭവിക്കും? അടയ്ക്കപ്പെട്ടത് തുറന്നു വരുന്ന വാഗ്ദത്തങ്ങൾ അവൻ നിന്റെ കൂടുണ്ട്. നീ ഒരു വർഷം കഷ്ടത അനുഭവിച്ചെങ്കിൽ അവൻ നിന്റെ കൂടിന്ന് പകലിലുണ്ട്. അവൻ ആശ്വാസത്തിന്റെ ദൈവമാണ്. ദാഹിച്ചിരിക്കുന്നവരെ അവൻ ഓർക്കുന്ന ദൈവം. ദാഹിച്ചവനെ അറിയത്തുള്ളൂ ദാഹത്തിന്റെ ആഴം. എനിക്ക് ദാഹിക്കുന്നത് പുളിച്ച ഓടത്തണ്ടിന്മേലാക്കി കൊടുത്തു. മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരം സകലം ഈ ശാപവും വെല്ലുവിളികൾ ഏറ്റെടുത്ത ദൈവപുത്രൻ ദാഹിച്ചു ക്ഷീണിച്ചു വേദനിച്ചിരിക്കുന്നവരുടെ മുഴുവൻ വേദന അറിയാവുന്നവൻ ഈ പകലിൽ ആരാധനാലയത്തിൽ വിവിധ സ്ഥാനങ്ങളിൽ വിവിധ സഭകളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സകല വിശപ്പവൻ അറിയാൻ കേട്ടോ. നിങ്ങളുടെ കൂടെ ഈ ഭൂമിയിൽ ഐഹിക ജീവിതകാലത്ത് അവൻ നമ്മുടെ കൂടെ വസിച്ചവൻ, നമ്മുടെ കൂടെ കാര്യങ്ങൾ ചെയ്തവന് വിചാരമുണ്ട്. അവൻ നിന്നെ അറിയുന്നവനാണ്. നിന്റെ വേദന അറിയാം. ഒരു മാതാവിന് പകൽക്കാലം ആരാന്നറിയുന്നില്ല. തന്റെ മൂത്ത വൈതലിനെ കുറിച്ച് തകർന്നിരിക്കുന്ന വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് ദൂത് പറയുന്നു. മാതാവെ, നിനക്ക് തന്ന വൈതലിനെ ഞാനല്ലയോ തന്നതെങ്കിൽ ഞാനല്ലയോ വളർത്തുവാൻ ശക്തനെന്ന് ആത്മാവ് ആലോചന പറയുന്നു. ചില ഡോക്യുമെന്റ്സുകൾ, ചില ബന്ധനങ്ങൾ ഈ മാസക്കാലം ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ വചനത്തിന്റെ വിടുതലുകൾ വ്യാപരിക്കാൻ പോവുകയാണ്. ദൂത് മനസ്സിലായവർക്കായി അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കുന്ന വീട് കിടക്കുന്നവർ നശിച്ചു പോകാതെ കൃപയിൽ നിൽക്കുന്നു. നമുക്ക് വാക്യങ്ങളൊക്കെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ ഞെരുക്കത്തിൽ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ഞെരുക്കത്തിൽ ഇത് പകൽക്കാലം ഈ പ്രാവശ്യം എങ്ങനെ മുന്നോട്ട് പോകും? ഈ മാസക്കാലം എൻ്റെ ഡെബിറ്റുകൾ, എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും? എൻ്റെ മോർഗേജ് എങ്ങനെ അടയും? എൻ്റെ ലോണുകൾ എങ്ങനെ അടയും? എന്നെ ആര് സഹായിക്കും? ഗവൺമെന്റ് എന്നെ കൈവിട്ടു, നിയമങ്ങൾ എന്നെ കൈവിട്ടു. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ചില സാമ്പത്തിക മണ്ഡലങ്ങളിൽ ഇന്ന് പകൽക്കാലം മുതൽ 90 ദിവസത്തിനകത്ത് ചില വ്യക്തികൾ ഇപ്പോൾ ഇതിനകത്ത് മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവികമായ അത്ഭുതം നടക്കുമെന്ന് ആത്മാവിൽ ഞാൻ പുറവരിക്കുകയാണ്. ദൈവശക്തി വ്യാപരിക്കുകയാണ്. വഴിയെല്ലാം അടച്ച പ്രിയപ്പെട്ടവരെ അവൻ കയ്യേറ്റവും ബുദ്ധിമുട്ടും അനുഭവിച്ചപ്പോൾ അത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി സഹിച്ച ദൈവദാസന്റെ ദൈവവചനം പോലെ വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകാതെ കൃപയിൽ നിൽക്കത്തക്ക രീതിയിൽ വീട് കിടക്കുന്നവരെങ്കിലും ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നവരില്ല, നശിച്ചു പോകത്തില്ല. എങ്കിലും ഈ ആഭ്യന്തര ശക്തി മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. സ്വപ്നം ചെയ്യാമോ? ഈ ആഭ്യന്തര ശക്തി ഈ മൺകുടത്തിൽ പകർന്നിരിക്കുന്നു. ഈ ആഭ്യന്തര ശക്തി ഈ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവശക്തിയോട് തുലനം ചെയ്യുക. ഒരു രാഷ്ട്രീയ ശക്തികൾക്ക് ദൈവശക്തിയോട് തുലനം ചെയ്യുക. ഒരു സാങ്കേതിക ശക്തികൾക്ക് ദൈവശക്തിയോട് തുലനം ചെയ്യുക. ഒരു ശാസ്ത്രീയ ശക്തിക്ക് കഴിയാതിരിക്കുമെന്ന് ഈ COVID-19 വെളിപ്പെടുത്തിയെങ്കിൽ ഇനിയും വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. കോവിഡ് അല്ല മാറുന്നത്, ദൈവശക്തി വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ട്യൂസ്ഡേ സ്പിരിച്വൽ റൈഡിൽ ഞാൻ മെസ്സേജ്
മെസ്സേജ് എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദൈവശക്തിക്ക് ഒരു വ്യാപാര ശക്തിയുണ്ട്. നീ വീണ് കിടന്നാലും അവൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ഭക്തനെ, നീ ഞെരുങ്ങിയാലും അവൻ നിന്നെ കൈക്ക് വിടത്തില്ല. അവനാ പറഞ്ഞേക്കുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നശിച്ചു പോകാത്ത ഈ മഹാകൃപ പ്രാപിച്ച പൗലോസിന് മാത്രമല്ല, എനിക്കും നിങ്ങൾക്ക് പ്രശംസിപ്പാൻ വകയുണ്ട്. പ്രശംസിക്കുന്നത് ക്രൂശിൽ പ്രശംസിച്ചുകൊണ്ട് ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ഈ വേല ആരംഭിച്ച്, ഈ കാഴ്ചപ്പാട് ആരംഭിച്ച് ആരെയും ആമീൻ ഹല്ലേലൂയ ഞാനും നിങ്ങളും മാനസികമായി തകർന്നു പോകും. പ്രശ്നം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ഈ കൊടുമുടിയേറിയ പർവ്വത പ്രശ്നം വരുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ കൃപയിൽ നിലനിൽക്കും, ഞാൻ കർത്താവിന്റെ ശക്തിപ്പെടുവാനിടയാകും, ദൈവ സാന്നിധ്യം വ്യാപരിക്കും എന്ന് വ്യക്തമായി വചനത്തിൽ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതിന്റെ 9-ാമത്തെ വാക്യം, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. അവൻ എന്തെല്ലാം കഷ്ടം എന്റെ നാമത്തിന് വേണ്ടി അനുഭവിക്കണമെന്ന് ഞാൻ കാണിക്കും. ബൈബിൾ അടുത്ത് വെച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉപദ്രവം അനുഭവിക്കുന്നുവെങ്കിലും ക്ലേശം അനുഭവിക്കുന്നുവെങ്കിലും നിങ്ങളെ കാണുന്നവൻ ഇവിടെയും കാണുന്നുണ്ട്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതികെട്ടവർക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചല്ലോ. നാം വായിക്കുന്ന വാക്യം അങ്ങനെയാണ്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും പത്രോസ് പറഞ്ഞു, സന്തോഷിച്ചു കൊള്ളുവീൻ. പൗലോസ് അപ്പോസ്തലൻ അത് തന്നെ 1-ാം പ്രതിവാദത്തിൽ കൂട്ടാളികൾ ആരും തുണച്ചില്ല നമ്മൾ വായിക്കുന്നല്ലേ. 1-ാം പ്രതിവാദത്തിൽ കൂട്ടാളികൾ ആരും തുണച്ചില്ല. എന്നാൽ കർത്താവ് വൻമതിൽ പോലെ എനിക്കും നിനക്കും വേണ്ടി തുണ നിൽക്കുന്നവൻ പൗലോസിന് വേണ്ടി തുണ നിന്നു. നോക്കിക്കേ, നമ്മുടെ കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഷ്ടങ്ങൾ അനുഭവിച്ച, ഏറ്റവും കൂടുതൽ ദൈവസഭയ്ക്ക് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിച്ച ഒരു ദൈവവൃത്യൻ അനുഭവിച്ച കഷ്ടതയുടെ ഒരു ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നാം നിലത്തു വീട് കിടന്ന് കരയും ദൈവഭക്തന്മാരെ. ഇന്ന് പകൽക്കാലം ആമേൻ 1-ാം പ്രതിവാദത്തിൽ ആരും പൗലോസിന് തുണച്ചില്ല. ഒരഗ്രിപ്പോ ഒരു ഫെലിക്സും ഒരു രാജാക്കന്മാരും ഒരുവരും നിന്നില്ലെങ്കിലും യേശു നിനക്ക് വേണ്ടി നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവർ, അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നവരാണ്. ക്രിസ്തു കഷ്ടം അനുഭവിച്ചു, ഭീക്ഷണം പറഞ്ഞില്ല, ന്യായമായി വിധിക്കുന്ന കാര്യം ഫലമേൽപ്പിക്കുകയും ചെയ്തു. നമ്മുടെ പിന്തുടരുവാൻ മാതൃക കാണിച്ചതുപോലെ വിശ്വാസികൾ നന്മ ചെയ്യുന്നവരായിരിക്കണം. കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിന് പ്രസാദമുള്ള ആമേൻ ജീവിതം നയിക്കുന്നവരായി തീരുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. കഷ്ടതയിൽ പൂർണ്ണത പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കുവാൻ ശിഷ്യന്മാരോട് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് കഷ്ടതയുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത യേശുവിന്റെ സുവിശേഷം പ്രചരിപ്പിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും കാലഘട്ടങ്ങളിൽ ബലഹീനതയുടെ മുമ്പിൽ, ക്ഷീണിതയുടെ അനുഭവത്തിന്റെ മുമ്പിൽ, വേദനാജനകമായിരിക്കുന്ന അനുഭവങ്ങളുടെ മുമ്പിൽ കർത്താവ് തന്നെ കരം പിടിപ്പാൻ ശക്തനാണ്. ഇതര വേദവാക്യങ്ങൾ പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും ഉദ്ധരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൻ്റെതായ ചില പ്രയാസങ്ങൾ നിങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെങ്കിലും സദയം ക്ഷമിക്കണം എന്ന് കർത്താവിൽ ഓർപ്പിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്ത് ഭാരമുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാത് സ്ഥാനങ്ങളിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ഒരു പ്രാർത്ഥനയോടും ഒരു യാചനയോടും നമ്മുടെ ഈ സെക്ഷൻ നാം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ അവൻ എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം അനുഭവിക്കണം എന്ന് ഞാൻ കാണിക്കും. എങ്ങനെ ദൈവസഭ വളരും, എങ്ങനെ ദൈവസഭ വളരും. അങ്ങനെ യഹൂദ്യ, ഗലീലിയ, ശമരിയ ദേശങ്ങളിലൊക്കെ
സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധനവ് പ്രാപിച്ചു. കർത്താവിനോടുള്ള ആ ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. കണ്ണുകൾ അടച്ച് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ, വാഹനത്തിലാകാം, യാത്രയിലാകാം, അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട മുറിക്കകത്താകാം, ഹോസ്റ്റലിലായിരിക്കാം. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചാട്ട് ഞങ്ങൾ സഭയായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. നമ്മിൽ ആരും കഴിവുള്ളവരല്ല, എന്നാൽ കഴിവുള്ളവർ നമ്മുടെ കർത്താവ് ഈ പകൽക്കാലമുണ്ട്. നീ പോകുന്ന യാത്രയിൽ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ സന്തോഷത്തോട് മടക്കി വരുത്തുവാൻ കഴിയുന്ന അബ്രഹാമിന്റെ ദൈവം മാത്രമല്ല, യാക്കോബിന്റെ ദൈവം. ഓ ഹല്ലേലൂയ, അവൻ നിന്റെ കൂടെയുണ്ട്. നീ വീട് വിട്ടിറങ്ങിയാലും യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ, ഈ പ്രതികൂല കാലഘട്ടത്തിൽ മാതാവേ പിതാവേ, മാതാവേ പിതാവേ, ദൈവശക്തി കൊണ്ട് അരമുറക്കട്ടെ, ആത്മശക്തിയോട് നമുക്ക് ആരാധിക്കുവാൻ തുടങ്ങാം. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് നിങ്ങളുടെ ദൈവം, എന്റെ ദൈവം ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ കോവിഡ് നിങ്ങൾ ഭയപ്പെടണ്ട, ഈ ക്വാറന്റൈൻ നിങ്ങൾ ഭയപ്പെടണ്ട. ചില ക്വാറന്റൈനിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പുറത്തു പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന മകളെ, നിന്നെ ഇന്ന് പകലിൽ അവൻ തൊടുകയാണ്, അവൻ തൊടുകയാണ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ പകലിൽ ഈ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഈ നാവിൽ ദൈവ സാന്നിധ്യമുണ്ട്, നിന്റെ നാവിൽ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ പുരുഷനെ അവൻ നിന്നെ കൈവിൽ അള്ളിക്കളയത്തില്ല. ഈ ലോക പരിശുദ്ധാത്മാവ് പറയുന്നു, പടർന്നു പിടിച്ചുകൊണ്ടിരിക്കും, ഇനിയും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കും. വൈദ്യശാസ്ത്രത്തിനപ്പുറത്ത്, കണക്കൂട്ടലുകൾക്ക് അപ്പുറത്ത് പോകും. എന്നാൽ ആശ്വാസത്തിന്റെ ദൈവം നിന്റെ കൂടുണ്ട്, നിന്റെ സഭയുടെ കൂടുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളുടെ കൂടുണ്ടെന്ന് ഇന്ന് പകലിൽ ആത്മാവ് ദൂതം പ്രകാശിപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ നിന്റെ ആലയത്തിനകത്ത്, നിന്റെ കൂട്ടായ്മയ്ക്കകത്ത് എന്റെ ശാശ്വതമായ കരമുണ്ടെന്ന് ഇന്ന് പകലിൽ വിശ്വസിച്ചുകൊള്ളുക. ഓക്സിജൻ ഇല്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ, ഓക്സിജൻ ഇല്ല, സ്വർഗം നിനക്ക് ഓക്സിജൻ തരാൻ ഇപ്പൊ പ്രസാദിക്കുക. അക്കടക്കാൻ എഴുന്നേക്ക്. ഇതാ ന്യൂമോണിയ എന്ന മാരക രോഗം നിന്റെ ശരീരം വിട്ടുപോകുക. യേശുവിന്റെ ശക്തി വ്യാപരിക്കുകയുണ്ട്. ഇച്ചിരി മുൻപ് നീ ഡോക്ടറെ കണ്ടപ്പോ വിധി എഴുതിയടപ്പോ ഇന്ന് വിശ്വസിച്ചുകൊള്ളുക, ഇന്ന് വിശ്വസിച്ചുകൊള്ളുക. ഏതോ ചെസ്റ്റ് ഇത് മാറുന്നത് പോലെ ഇത് ആശ്വാസത്തിന്റെ കൂട്ടാളിയായ പരിശുദ്ധാത്മാവ് നിന്റെ കൂടുണ്ടെങ്കിൽ ഇപ്പോൾ അത് വിടുതലായി പുറത്തു വരികയാണ്. മാതാവേ, നിന്റെ കുഞ്ഞിനെ കുറിച്ച് നീ എന്താ ഭാരപ്പെടുന്നേ? അപ്പസ്തലനായ പൗലോസിനെ വിളിച്ചവർ കഷ്ടങ്ങളിലൂടെ കടത്തിവിട്ടെങ്കിൽ ദൈവദാസനെ, ദൈവദാസിയെ, ദൈവവൈതലെ, നിനക്ക് വേണ്ടി പുതിയ ഉടുപ്പ്, പുതിയ നന്മകൾ, പുതിയ അനുഗ്രഹങ്ങൾ ഈ പകലിൽ നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ അവനിത് ഇറങ്ങി വരികയാ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാവശ്യം എനിക്കൊരു വിടുതലില്ല, എല്ലാ പ്രാവശ്യവും വിടുതലില്ല, ഈ പ്രാവശ്യം എനിക്കൊരു വിടുതലില്ലെന്ന് പറയുന്ന ജീവിതമേ, ഇന്ന് പകലിൽ നീ ഏത് രാജ്യത്തിരിക്കുന്നുവെങ്കിലും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ അവൻ മതിയായ ദൈവമാണ്. ഇപ്പോൾ ഹല്ലേലൂയ, അത്ഭുതം ചെയ്യട്ടെ. യുകയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മകന്റെ കുടുംബത്തില്, നിന്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടും. ഏത് വിഷയത്തിന് വേണ്ടി നീ പകൽക്കാലം യേശുവിന്റെ നാമത്തിന് വേണ്ടി ഇരിക്കുന്നുവെങ്കിൽ നിന്റെ തലമുറകളുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. അവൻ രാജ്യങ്ങളിൽ ദൈവപ്രവൃത്തി, മിഡിൽ ഈസ്റ്റുകളിൽ ഒരു ആത്മിക ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മാവ് അഭിഷക്തന്മാരെ കൂട്ടായ്മകളെ തിരഞ്ഞെടുക്കുന്നത് പോലെ ആത്മാവിന്റെ വലിയ ശക്തി യേശുവിന്റെ നാമത്തിൽ യുഎഇയിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, സൗദിയിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ, മിഡിൽ ഈസ്റ്റുകളിൽ എല്ലാ
ചിലരുടെ കണ്ണ് നിറഞ്ഞു വീഴുകയാണ്. കണ്ണുനീര് വീഴുന്നതിന് ആത്മ കാണാൽ കാണാം. നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ, നിന്റെ അഡ്മിഷന്റെ മുമ്പിൽ, നിന്റെ പേപ്പറുകളുടെ മുമ്പിൽ ചലിക്കുന്ന ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യം വിട്ടാരും പോകല്ലേ. അല്പം മിനിറ്റൂടെ ആ ദൈവ സാന്നിധ്യം കളയരുത്. ഹല്ലേലൂയ. ഈ നെക്സ്റ്റ് വീക്കിൽ എന്തൊക്കെ നീ ചെയ്യുന്നോ അതിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധനായ കർത്താവിന്റെ കാര്യം. എത്ര വർഷമായ, എത്ര പഴകിയ രോഗങ്ങൾ കഴിഞ്ഞ മാസക്കാലം ഞാൻ ഹാർട്ട് സംബന്ധമായി ബലഹീനമായപ്പോൾ ദൈവമക്കൾ പ്രാർത്ഥിച്ചപ്പോൾ, എളിയവർ കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ വിടുതൽ കണ്ടതുപോലെ നിങ്ങളുടെ ഹാർട്ട് രോഗത്തിന് ഇന്ന് പകൽ അവൻ വിടുതൽ അയക്കുകയാണ്. ഏത് പഴകിയ രോഗങ്ങൾ, ക്യാൻസർ ആകട്ടെ, ഏത് രോഗമാകട്ടെ, അത് വാക്കാലല്ല, അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പകൽക്കാലം നിന്നെ വിടുവിപ്പാൻ അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. പരിശുദ്ധ പിതാവേ, ഈ ജനത്തെ ഒന്ന് ടച്ച് ചെയ്യുന്നു. അവരെ ഒരു എൻകൗണ്ടറിലേക്ക് വിടുന്നില്ല. അവരായിരിക്കുന്ന കൂട്ടങ്ങൾ, ആയിരിക്കുന്ന രാജ്യങ്ങളിൽ ഭയങ്കര പ്രസൻസ്. ദൈവ സാന്നിധ്യം വിടരുത്. ഈ ആഴ്ച നീ ദൈവ സാന്നിധ്യം വിടരുത്. ഈ ദിവസങ്ങളിൽ ദൈവ സാന്നിധ്യം വിടരുത്. അതിനകത്തോട്ട് കയറാം. യേശുവേ രോഗികളെ തൊടുന്നു, വിഷയങ്ങളെ തൊടുന്നു, വീട് വിഷയങ്ങളെ തൊടുന്നു, കുടുംബ ഭാരങ്ങളെ മാറ്റുന്നു. ഈ ആഴ്ച അനുഗ്രഹത്തിന്റെ ആഴ്ചയാകുന്നു. ഹല്ലേലൂയ. കഷ്ടത മാത്രമല്ല, യേശു കൂടെയുണ്ട്. എല്ലാ കോവിഡ് രോഗശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ മെസ്സേജ് കേൾക്കുന്നവരിൽ വിട്ടുപോകുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. വാക്സിനേഷന്റെ പവർ അല്ല. നീ വിടുവിക്കപ്പെട്ടത് വാക്സിനേഷന്റെ പവർ അല്ല. ഹല്ലേലൂയ. നിന്റെ മുഖാവരണത്തിന്റെ ആ ഗുണമല്ല, നിന്റെ തന്നെത്താനുള്ള സൂക്ഷിപ്പ് കൊണ്ടല്ല. ഇന്ന് യേശുവിന്റെ രക്തം, യേശുവിന്റെ വചനം, യേശുവിന്റെ ശക്തി നിന്റെ മേൽ അയച്ചതുകൊണ്ട് അവന്റെ സംരക്ഷണയോ അബ്രഹാമിന്റെ മക്കൾക്ക് ലഭിച്ച സംരക്ഷണം ഇന്ന് പകലിൽ ആർക്ക് വേണം? അത്ഭുതങ്ങളെ ചെയ്യും, കൃപ പകരും, മഹത്വമെടുക്കും. വീണ്ടും അന്യോന്യം കാണുവോളം കൃപയിൽ സൂക്ഷിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ വലിയ വിടുതലുകൾ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പകൽക്കാലം സ്വർഗം നിങ്ങൾക്ക് അയച്ചിരിക്കുക. വരുവിൻ, കേൾക്കുവിൻ, അനുഗ്രഹീതരാകുവിൻ. ദൈവവചനത്തിന്റെ സന്ദേശം, ആമേൻ, അതിലൂടെ ദൂതുകൾ, അതിലൂടെ പ്രവചനങ്ങൾ, അതിലൂടെ ആത്മീയ സാന്നിധ്യങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് കേൾക്കാവുന്നത് പോലെ ഈ USA-യിൽ നിന്ന് ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അത് വെറുതെ കളയരുത്. അത് പെറുക്കി വീണ്ടും കേൾക്കുമ്പോൾ സ്വർഗീയ ഇൻഫർമേഷനുകൾ ലഭിക്കും. അതെന്നോടാണെന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈവച്ച് ഈ വീണ്ടും ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക. ഒരു അത്ഭുതങ്ങൾ നടക്കും. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. God bless you everyone. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണുവോളം വിധിക്കപ്പെട്ട കൃപയിൽ സൂക്ഷിക്കുമാറാകട്ടെ.